ഹായ് ഓൾ, കുട്ടി സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്നൊരു നൈറ്റ് വ്ളോഗാണ്. നൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഏർലി മോർണിംഗ് 2 PM ആണ് ടൈം വരുന്നത്. ഇന്ന് ഇവിടുന്ന് കുറച്ച് പേര് പഠിക്കാൻ വേണ്ടി കൊച്ചിയിലേക്ക് പോവുകയാണ്. അപ്പം അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ജിത്തൂട്ടൻ കസിനാണ്. ഇത് നമ്മുടെ സ്വന്തം പാറു. കുറച്ച് പേരെങ്കിലും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ പാറു ഏവിയേഷൻ കോഴ്സിനാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആൾ ഏവിയേഷൻ പഠിക്കാൻ വേണ്ടി കൊച്ചിയിലേക്ക് പോവുകയാണ്. നമ്മളെ കുഞ്ഞു കൂട്ടുകാരൊക്കെ നല്ല ഉറക്കമാണ്. ഇപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായിരിക്കും. കാരണം അവരത്രയും അറ്റാച്ച്ഡാണ് പാറുമായിട്ട്. അപ്പോൾ അവരുടെ മേമയാണ്. അപ്പം മേമ പോകുന്നു എന്നുള്ള വിഷമത്തിലാണ് രാത്രി 3 പേരും കിടന്നുറങ്ങിയത്. അപ്പം അച്ചൂട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് കൂടെ വരുന്നു എന്നുള്ളത്. പക്ഷേ വിളിച്ചിട്ടൊന്നും ആൾ എണീക്കുന്നില്ല. അത്രയും ക്ഷീണത്തിൽ ഉറങ്ങുകയാണ് സ്കൂളിൽ പോയി വന്നതിൻ്റെ. പാറുവിൻ്റെ ബാഗ് എടുക്കാൻ കഷ്ടപ്പെടുന്ന ചിത്തൂട്ടനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാറുവിൻ്റെ അച്ഛനോട് അഭിപ്രായം ചോദിച്ചതിനോട് എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാറു പോകുമ്പം എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലേ. അപ്പോൾ എല്ലാവർക്കും സത്യത്തിൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം വീട്ടിൽ നിന്ന് ഇതുവരെ അവൾ മാറി നിന്നിട്ടില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ചെറിയ കുഞ്ഞായിട്ടുണ്ടായിരുന്നതാണ് പാറു. ഇപ്പോൾ പെട്ടെന്ന് കോളേജിലൊക്കെ പോവാന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം പാറു എന്ന് പറയുമ്പം നമുക്ക് എൻ്റെ നാത്തൂനുപരി കുട്ടികൾക്ക് ഭയങ്കര അറ്റാച്ച്ഡാണ്. കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കുട്ടികളെ നോക്കുന്ന പോലെ ശരിക്കും പ്രസവിച്ച് എനിക്ക് പോലും നോക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം അമ്മമാർക്കും എല്ലാവർക്കും ഒരു പണിയാണ് പാറു പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി ഒന്നൊന്ന് തുടങ്ങണം കുട്ടികളെ നോക്കുന്ന കാര്യത്തിൽ. അപ്പോൾ KSRTCയിലാണ് അവൾ പോകുന്നത്. ഇപ്പോൾ KSRTC ഡിപ്പോയിൽ നമ്മളെത്തി. അപ്പോൾ കൊട്ടാരക്കര വണ്ടി വന്നിവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വിഫ്റ്റിലാണ് അവൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ അവൾ പോവാൻ റെഡിയായി. ഇപ്പോൾ ജിത്തൂട്ടനും കൂടെയുണ്ട്. ജിത്തൂട്ടനുള്ളതാണ് ഒരു സമാധാനം. അപ്പം അങ്ങനെ അവർ വണ്ടി കയറുകയാണ്. ഇപ്പോൾ ടാറ്റ ബൈ ബൈ സി ഒക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. അപ്പം പാറു ഇല്ലാത്ത ഈ ഒരു വീട് എന്ന് പറയുന്നത് നാളെ രാവിലെ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. അപ്പം എന്തായാലും പാറുവിനെ മിസ് ചെയ്യും. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ പഠിച്ച് വരട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ സി യു. കുഞ്ഞു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്